എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ മിറായി അവളാണെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഓഫീസിലേക്ക് വരികയാണ്. അവിടെ ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഫയൽസ് ഒക്കെ ഉണ്ട്. അവൾ കാര്യമായിട്ട് ആ ഫയൽസിൽ നിന്ന് ഇപ്പോൾ ഒരു ഫയൽ തപ്പിയെടുക്കും. അത് മറ്റൊന്നുമല്ല, അവളുടെ പപ്പ മരിച്ച അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ചില റിപ്പോർട്ട്സ് ഒക്കെ ഉള്ള ഒരു ഫയലാണ്. അത് വായിക്കുമ്പോൾ അവൾക്ക് പിടികിട്ടും. ഈഡൻ എന്നു പേരുള്ള ഒരു വില്ലൻ, അവന്റെ കൈകൊണ്ടാണ് അവളുടെ പപ്പ അദ്ദേഹം കൊല്ലപ്പെട്ടതെന്ന്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. പ്രസന്റില് മെയിൻ ലീഡറിന്റെ അവന്റെ അസിസ്റ്റന്റ് ആളാണെങ്കിൽ ഇപ്പൊ എല്ലാവരുടെയും കയ്യിലൂടെ ഓരോ പാത്രം കൊടുക്കും. അതിലാണെങ്കിൽ കുറച്ച് വെള്ളവും. ആ ലീഡർ പറയും, ഞാൻ നിങ്ങൾക്ക് ഒരു സിഗ്നൽ തരും. അപ്പൊ കറക്റ്റ് ടൈമിൽ നിങ്ങൾ ഈ വെള്ളം കുടിക്കുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവരെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാനും സംസാരിക്കാനും പറ്റും. ആ ലീഡർ റിയോഗിയാണെങ്കിൽ ഇപ്പൊ മിറായോട് അവളുടെ പപ്പയെ കുറിച്ച് ചോദിക്കും. അവളും അവൾക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ ആളോട് പറയാണ്. അങ്ങനെ അല്പനേരം അവനോട് സംസാരിക്കുമ്പോ മിറായ്ക്ക് എന്തോ പിടികിട്ടും. അവളുടനെ അവളുടെ കയ്യിലുള്ള ആ ഒരു വെള്ളം അത് വലിച്ചെറിഞ്ഞ് ആ ബ്ലേഡ് എടുത്ത് അവന് നേരെ വീശാണ്. അത് കണ്ട് ബാക്കിയുണ്ടായിരുന്നവരെല്ലാവരും വണ്ടറടിച്ച് അവളെ തന്നെ നോക്കും. അവളൊരു ലൈറ്റ്നിങ് പവർ ഉപയോഗിച്ച് എന്തോ ഒരു ജിപ്സു ഇപ്പൊ റിലീസ് ചെയ്യാണ്. ഉടനെ ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും നോർമലാവും. മിറായി അവരോട് പറയും, ഇവനൊരു കള്ളനാണ്, ഹിപ്നോട്ടൈസിങ് ഗ്യാസ് അതുപയോഗിച്ച് ഇവൻ നമ്മളെ എല്ലാവരെയും ഇത്രയും നേരവും നിയന്ത്രിക്കുകയായിരുന്നു. കാര്യം വഷളാവണമെന്ന് മനസ്സിലാക്കിയ ആ വില്ലൻ അവനാണെങ്കിൽ ഇപ്പൊ ടാസ്മയെ പിടിച്ചു വലിച്ച് അവളുടെ കഴുത്തില് കത്തിവെക്കും. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഗേൾസിനെ മുഴുവൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇവരെ എല്ലാവരെയും എനിക്ക് സാക്രിഫൈസ് ചെയ്യണം, എങ്കിലും മാത്രമേ എന്റെ കാര്യം അത് കറക്റ്റായിട്ട് നടക്കൂ. ഇമ്മോർട്ടൽ പവർ അതെനിക്ക് വേണമെന്ന് പറഞ്ഞ് ഒരു കത്തിയെടുത്ത് ഇപ്പൊ അവൻ അവളെ വെട്ടും. അതിനുശേഷം ആ ബ്ലഡ് അതവൻ ചെറുതായിട്ട് സക്ക് ചെയ്തെടുക്കും. ആ വില്ലനാണെങ്കിൽ ഇപ്പൊ ടാസ്മെ അവളെ ഒരു പപ്പടായി കൺട്രോൾ ചെയ്ത് മിറായുമായി പൊരിഞ്ഞ അട്ടയടി ഫൈറ്റ്. അപ്പോഴായിരിക്കും നമ്മുടെ കാക്കാഷിയും മൈക്കയും അവർ രണ്ടുപേരും ഇപ്പൊ കറക്റ്റ് ടൈമിൽ അവിടേക്ക് വരിക. കാക്കാഷി ഒരു കത്തിയെടുത്ത് ആ വില്ലന് നേർക്ക് വലിച്ചെറിയും. ഉടനെ കത്തി അവന്റെ കയ്യിൽ തറച്ചു കയറി ടാസുമയുടെ കൺട്രോള് അതങ്ങനെ ബ്രേക്ക് ആവുകയാണ്. അതിനുശേഷം ആ വില്ലനാണെങ്കിൽ ഒരു വെള്ളം അവർക്ക് നേരെ തളിക്കാനായിട്ട് ഒരുങ്ങും. അത് കണ്ട മിറായി അവള് മറ്റൊരു കത്തിയെടുത്തെറിഞ്ഞ് ആ ബോട്ടിലും തകർക്കുകയാണ്. പക്ഷെ എന്താ, വലിയൊരു ഗ്യാസ് അതവിടെ മുഴുവൻ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം ആ വില്ലൻ അവൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് മറ്റൊരു റൂമിലേക്ക് വരും. മിറായി ആണെങ്കിൽ അവനെ വിടില്ല. അവന്റെ പിന്നാലെ ഓടി വന്ന് അവനെ പിടിച്ച് വലിച്ച് പൊരിഞ്ഞ അട്ടയടി ഫൈറ്റ്. ഉടനെ ആ വില്ലൻ പറയും, നിന്റെ പപ്പയെ കൊന്ന ഹീഡൻ അദ്ദേഹം എന്റെ മാസ്റ്ററാണ്. ഇമ്മോർട്ടൽ പവർ അത് കിട്ടുക എന്നത് മാത്രമാണ് എന്റെ ലക്ഷ്യം. നമ്മുടെ പെങ്കുച്ച് അവൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ അവൻ കത്തി നീട്ടി അവളുടെ വയറ്റിൽ ആഞ്ഞു വെട്ടും. എന്നിട്ട് ആ ഒരു ബ്ലഡ് അതും സക്ക് ചെയ്തെടുത്ത് ഇപ്പൊ അവളെയും കൺട്രോൾ ചെയ്യാണ്. അവൻ വീണ്ടും ഒരു കത്തിയെടുത്ത് ആഞ്ഞു വെട്ടുകയാണ്. അവള് ചോര തുളുമ്പി താഴേക്ക് വീഴും. അവൻ ആ ഇമ്മോർട്ടൽ പവർ കിട്ടിയെന്ന് കരുതി തുള്ളിച്ചാടും. അപ്പോഴായിരിക്കും അവളുടെ ബോഡി അതങ്ങനെ കാറ്റായി ഇൻവിസിബിൾ ആയിട്ട് മാറുന്നത് അവൻ കാണുക. ഉടനെ അവൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പൊ അവന് നേരെ വരും. ആക്ച്വലി അവൻ വെട്ടിയതും സക്ക് ചെയ്തതും അവളുടെ ബ്ലഡ് അല്ല, അവൾ കൊണ്ടുവന്ന ഹോട്ട് സ്പ്രിങ്ങിലെ ആ വെള്ളം മാത്രമാണ്. അടുത്ത നിമിഷം അവളുടെ പപ്പയുടെ പവർ ഉപയോഗിച്ച് ആ വില്ലനെ തകർത്ത് അവൻ അറസ്റ്റ് ചെയ്ത് അവിടുന്ന് കൊണ്ടുപോകും. അങ്ങനെ ഒരു വിധത്തില് നമ്മുടെ പെങ്കൊച്ച് അവള് വലിയൊരു പ്രശ്നം സോൾവ് ചെയ്തിരിക്കുകയാണ്. ടാസുമയാണെങ്കിൽ അവളോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. ഞാൻ ഇനി എൻ്റെ ഗ്രാമത്തിലേക്ക് തിരികെ പോവാണ്. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി ഇപ്പോ നമ്മുടെ ആൾക്കാർ അവരുടെ യാത്ര തുടരും. ടാസുമയാണെങ്കിൽ ടാറ്റ ബൈബൈ ഒക്കെ പറഞ്ഞ് തിരികെ അവളുടെ ഗ്രാമത്തിലേക്കും പോവും. അപ്പോഴായിരിക്കും മൈഗയും കാക്കാഷിയും അവർ രണ്ടുപേരും മിറായി അറിയാത്ത ഒരു പ്രത്യേക കാര്യം അവളോട് പറയുക. ആക്ച്വലി നമ്മുടെ ഈ യാത്ര ഒരു മിഷൻ തന്നെയായിരുന്നു. നമ്മുടേതടക്കം ഒരുപാട് ഗ്രാമങ്ങളിൽ നിന്ന് ചെറിയ പെൺകുട്ടികളെ കാണാതായി. അവരെ കണ്ടുപിടിക്കുക എന്നതായിരുന്നു നമ്മുടെ മിഷൻ. നമ്മൾ മാത്രമല്ല, ചോച്ചി, കിബ എന്നിങ്ങനെ ഒരുപാട് പേര് ഈ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ ഇപ്പൊ അത് കേട്ട് ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആവും. അങ്ങനെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് അവരിപ്പോ തിരികെ ഗ്രാമത്തിലേക്ക് എത്തും. പൊറൂട്ടോ ആണെങ്കിൽ മിറായെ കാണേണ്ട താമസം അവളെ നോക്കി കളിയാക്കും. നീയല്ലേ പറഞ്ഞ് നീ വലിയ എസ്രാങ് മിഷന് വേണ്ടിയാണ് പുറത്തേക്ക് പോയതെന്ന്. നിന്റെ ജോലി അത് വെറും ഗാർഡിങ് മാത്രമായിരുന്നെന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത മിറായി അവളാണെങ്കിൽ ഇപ്പൊ ഷിക്കമരുവിന്റെ കൂടെ സോഹി ഗെയിമൊക്കെ കളിച്ച് ആസുമ സെൻസൈയുടെ ആ ബ്ലേഡൊക്കെ കയ്യിലെടുത്ത് തലയിലൊരു കെട്ടൊക്കെ കെട്ടി അങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കും.
അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നറൂട്ടോയെയും ഷിക്കമരുവിനെയും കാണിക്കും. നറൂട്ടോ ആണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷനിലാണ്. കാരണം നെക്സ്റ്റ് ചുനിയൻ അതാരാണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഓൾറെഡി ആ ചുനിയൻ എക്സാം അത് പകുതിയിൽ വെച്ച് ഡ്രോപ്പ് ആയതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ഒരു ചുനിയനെ അവർക്ക് നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ പെർഫോമൻസ് ഒക്കെ ഒന്നുകൂടെ ഇവാലുവേറ്റ് ചെയ്ത് ആരെങ്കിലും ഒരാളെ ഇപ്പൊ ചുനിയനാക്കിയേ നറൂട്ടോയ്ക്ക് പറ്റൂ. നറൂട്ടോയുടെ കൂടെ തന്നെ ഷിക്കമരുവും അവർ രണ്ടുപേരും ഇപ്പൊ കാര്യമായിട്ട് ആലോചിക്കും. തുടക്കം മുതൽ അവസാനം വരെ അവർ നടത്തിയ എക്സാംസ്, അതിലാരൊക്കെ എങ്ങനെയൊക്കെ പെർഫോം ചെയ്തു, അങ്ങനെ കാര്യമായിട്ട് ഓരോന്നും വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്യും. അവരിപ്പോൾ ഡിസ്കസ് ചെയ്ത് 12 പേരിലേക്ക് അവരുടെ ഡിസ്കഷൻ അത് ചുരുങ്ങും. അതിനുശേഷം വീണ്ടും അവരിൽ ആരാണ് ദ ബെസ്റ്റ് എന്നറിയാനായിരിക്കും അടുത്ത ചെക്കിങ്. അതിൽ ഓരോരുത്തരുടെയും സ്പെഷ്യൽ സ്കിൽസ് അത് കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് എക്സാമിൻ ചെയ്ത് ഇപ്പൊ 8 പേരിലേക്ക് ആ ലിസ്റ്റ് ഒതുങ്ങും. ഉടനെ നറൂട്ടോ ആണെങ്കിൽ ബൊറൂട്ടോയുടെ ഫോട്ടോ കയ്യിലെടുക്കും. അപ്പോൾ തന്നെ അവനെ റിജക്ട് ചെയ്ത് ആ ഫോട്ടോ മാറ്റിവെക്കും. അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് ഫൈനൽ റൗണ്ടിൽ ആരൊക്കെ മത്സരിച്ചു എന്നത് ഇവാലുവേറ്റ് ചെയ്യും. ആദ്യം ഫൈറ്റ് ചെയ്തത് മറ്റാരുമല്ല, സാക്ഷാൽ ഷിക്കഡയാണ്. ഷിക്കഡയാണെങ്കിൽ അവന്റെ ഓപ്പണന്റിനെ അവരെ കറക്റ്റായിട്ട് മനസ്സിലാക്കി ഏതൊക്കെ സാഹചര്യത്തിൽ അവർ അറ്റാക്ക് ചെയ്യും എന്നൊക്കെ തീർച്ചപ്പെടുത്തിയാണ് ഓപ്പണന്റുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവനെ തോൽപ്പിച്ചത്. നറൂട്ടോ പറയും ആക്ച്വലി ഷിക്കഡ അവൻ സൂപ്പറാണ്. പക്ഷെ ഷിക്കമരുവിനാണെങ്കിൽ ഷിക്കഡ അത്ര വലിയൊരു പെർഫോമർ ആയിട്ടൊന്നും തോന്നില്ല. അതിനുശേഷം അവർ സാക്കുറയുടെ ഫൈറ്റ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. പിന്നീട് ഈനോജിനാണെങ്കിൽ നല്ല പവറുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അവൻ ആ ബാറ്റിൽ തോറ്റുപോയി. അതുപോലെ തന്നെ മീറ്റ്സുക, അവന്റെ പവറിനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കാൻ പറ്റിയ ആരും തന്നെ ഇവിടെ ഇല്ല. ചോച്ചോടെ അന്നത്തെ ഫൈറ്റ് അത് ശരിക്കും എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. പക്ഷെ അവൾക്കും ആ മാച്ചിൽ ജയിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരുപാട് മണിക്കൂറുകൾ എടുത്ത് അവർ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യും. അവസാനം കട്ടയ്ക്ക് നിൽക്കുന്ന 5 പേരെ അവർ ഫൈനലൈസ് ചെയ്യും. സാറഡ, ഡെങ്കി, ക്ലാസ് റെപ്പ്, മീറ്റ്സിക, ഷിക്കഡ ഇവർ 5 പേരെ ആയിരിക്കും ഫൈനലൈസ് ചെയ്യുക. അതിനുശേഷം അവര് ഷിക്കഡയും ബൊറൂട്ടോയും തമ്മിലുള്ള ആ ഒരു ഫൈറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. നറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ ഷിക്കഡയുടെ പോസിറ്റീവ്സ് അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഷിക്കമരു അവരത് ആക്സെപ്റ്റ് ചെയ്യാതെ ബൊറൂട്ടോയെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ വമ്പൻ ഡിസ്കഷനിൽ ഒടുവിൽ അവർ ഷിക്കഡയെ ഒഴിവാക്കും. പിന്നീട് സാറഡയെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം മീറ്റ്സിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഓൾറെഡി അവൻ ഗ്രാമം വിട്ട് പുറത്ത് പോയതുകൊണ്ട് തന്നെ സ്പോട്ടിൽ അവനെ റിജക്ട് ചെയ്യും. അങ്ങനെ അവർ കറങ്ങി തിരിഞ്ഞ് വീണ്ടും സാറഡയിലും ക്ലാസ് റെപ്പിലും ഡെങ്കിയിലും അവരിൽ 3 പേരിലും ഉടക്കി നിൽക്കും. അങ്ങനെ ഒരുപാട് നേരത്തെ ഡിസ്കഷനൊടുവിൽ അവര് സാറഡയെ ചുനിയനായിട്ട് സെലക്ട് ചെയ്യുകയാണ്. കറക്റ്റ് സമയത്ത് സാസുക ആൾ ഡോറും തുറന്ന് അവിടേക്ക് വന്ന് ചില ഇൻഫർമേഷൻ നറൂട്ടോ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഉടനെ സാസുകയാണെങ്കിൽ ഇപ്പൊ ടേബിളിൽ സാറഡയുടെ ഫോട്ടോ കാണും. ഓ, നിങ്ങൾ 2 പേരും ചേർന്ന് അവളെ ചുനിയനായിട്ട് സെലക്ട് ചെയ്തല്ലേ? അതിന് നറൂട്ടോ പറയും അതെ, അവളാണ് ഇവരിലെല്ലാം വെച്ച് ഏറ്റവും ബെറ്റർ. നിനക്കതില് സന്തോഷമല്ലേ? ഉടനെ സാസുക പറയും എനിക്ക് സന്തോഷം തന്നെയാണ്. പക്ഷേ അവളും ബൊറൂട്ടോയും വലിയൊരു തെറ്റ് ചെയ്തു. ആരുടെയും പെർമിഷൻ ഇല്ലാതെ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. അതിന് ഷിക്കമരു പറയും അങ്ങനെ അതിനെ കണക്കാക്കേണ്ട ആവശ്യമില്ല. അവർ 2 പേരും ചേർന്നാണ് ആ വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്ത് വലിയൊരു പ്രോബ്ലം അത് സോൾവ് ചെയ്തത്. സാസുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒന്നും പറയാതെ അവിടുന്ന് കടന്നുപോകും. ഉടനെ ബൊറൂട്ടോ ഷിക്കഡയുടെ ഫോട്ടോ അത് വീണ്ടും സാറഡയുടെ കൂടെ എടുത്തു വെക്കും. നറൂട്ടോ പറയും ഷിക്കഡ നമുക്ക് നമ്മൾ പറഞ്ഞതനുസരിച്ച് ഒരുപാട് ഇൻഫർമേഷൻസ് തന്നു. മാത്രമല്ല ആ ഒരു മിഷനിൽ ബാക്കി എല്ലാവരും സേഫായിട്ട് തിരികെ വരാൻ കാരണക്കാരനും ഷിക്കഡ തന്നെയാണ്. അങ്ങനെ ആ ഒരു ഫൈനൽ ഡിസ്കഷന് ശേഷം ഇപ്പൊ ഒരു ഷിക്കഡയെ ചുനിയനായിട്ട് സെലക്ട് ചെയ്യും. അവൻ ഒരുപാട് സന്തോഷത്തില് ആ ഒരു ചുനിയൻ പദവി അത് ഏറ്റുവാങ്ങുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോഡ്.